പിന്നെ ഇത് മാനവീര്യത്തിൽ ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് ഷോർട്സ് ഞാൻ ഒറ്റ ഷോർട്ടായിട്ടൊക്കെ എടുക്കാൻ ഒരു 2 മിനിറ്റ് എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്തൊന്നും സമയം കളയണ്ടാന്ന് കാര്യം ഇപ്പം നാളെ ഇപ്പോൾ 16-17 നാളെ 16 ഉള്ള സമയമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ ഒരുക്കങ്ങൾ കലോത്സവത്തിലൊക്കെ ആരംഭിച്ചു. എല്ലാവരും തന്നെ നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ നല്ല അത് തന്നെ കാണുന്ന ഒരു ആനന്ദമാണ്. കാര്യം ഉത്സവത്തിന് മുമ്പായിട്ട് ഈ മറ്റേ ഇതൊക്കെ പിന്നെ വലിയ മുളയും മാറ്റവും മാടച്ചവും പൂവും മറ്റേ ചെങ്ങോലയും കുരുത്തോലയും ആനയും ആനപ്പിണ്ടും നാശവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ അതൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാതിരിക്കുക. എന്താ പറയുക, ഇച്ചിരി സമയം വെച്ചാൽ ഇനിയിപ്പം ഭാര്യ അവസാനം വയലൻ്റായിട്ട് ചിലപ്പം ഇറങ്ങി വരത്തില്ല. പിന്നെ ചേച്ചിയെ വിളിക്കോ, അവനോടൊപ്പം മറ്റേ വീട്ടിൽ ചെല്ലുന്ന മറ്റേ എവിടെ നിൽക്കുക, ശരിക്കും നീ എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ പിന്നെ മാനവീയത്തിലാണോ? ഞാൻ ഈ തിരുവനന്തപുരം സിറ്റി അങ്ങേയറ്റം പോയാൽ എവിടെ പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ല. കാര്യം മാനവീയത്തിലൊക്കെ നമ്മൾ തിരുവനന്തപുരത്തിന് മാറ്റം നമ്മൾ ഉണ്ടാക്കിയല്ലോ. സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലുകൾ നമ്മൾ പാകിയല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സഹിച്ച് നേരത്തെയൊക്കെ പാലിന് പിന്നെ അതിന് മുമ്പ് പിന്നെ അങ്ങനെ പിന്നെ ഇപ്പോൾ ഒരു അടുപ്പിച്ച് ഇപ്പോഴത്തെ നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് അടുപ്പിച്ച് നാലാം റൗണ്ടല്ലേ, 5 വെച്ചിട്ട് 5 വർഷം വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടെയുള്ള ഇപ്പോൾ ഉള്ളപ്പോഴും മന്ത്രിസഭ CV ടീച്ചർ അതിന് മുമ്പ് പിന്നെ ഇടയ്ക്ക് കണ്ട് എനിക്ക് വന്നാൽ ഈ ക്രോണോളജിക്കലായിട്ടുള്ള ഈ പിന്നെ നമ്മുടെ വിപ്ലവ എന്ന് പറഞ്ഞ പിന്നെ ശ്രീ ജേർണലിസ്റ്റിൻ്റെ മറ്റേ നമ്മുടെ എന്താ പറയുക ഇത് കറക്റ്റ് കിട്ടിയാൽ മതി. വിപ്ലവാവകാശം എന്നൊക്കെ പറഞ്ഞാൽ കൃഷിയായിപ്പോയി. അബ്സ്ട്രാക്റ്റ് അങ്ങനെയൊന്നും പറയാനല്ലാതെ കനകക്ക് തന്നെ പിടിച്ചേട്ടനുണ്ട്. ഇത് കനകത്തിന് രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കോമേഴ്സാണ്. പിന്നെ അദ്ദേഹത്തിന് ഇവരുടെയൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പം കുട്ടമെന്ന് പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ പറയാൻ സിറ്റിയിൽ തിരുവനന്തപുരത്ത് കുഞ്ഞിരാമൻ പറയാൻ രക്ഷയില്ല. പക്ഷേ എന്തായാലും കൂടുതലായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് പറയുമ്പോൾ ഉള്ള ഇവിടുന്ന് ആൾക്കാരെ കുറിച്ച് നമ്മൾ ഓർമ്മ വരുത്തുള്ളൂ. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വരുത്തുള്ളൂ. ശോലന്മാരുടെ ഒരു സംഭവം ഇത് ശോലന്മാർ അവന്മാരിങ്ങനെ പിന്നെ അവരെ കിട്ടണമെങ്കിൽ ഞാൻ അവന്മാരുടെ ഫ്രണ്ടിലോട്ട് കയറണം. ഒന്നും ചെയ്യാത്ത നിഷ്കളങ്ക ജീവികളാണ് ഈ ശോലന്മാർ. അവന്മാർ വന്നതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം ഇത് നിൽക്കുന്നുണ്ടേ ഈ ഇത് നമ്മൾ ഈ പഴയ സ്റ്റൈലിലുള്ള പഴയ സ്റ്റൈലല്ല, ഇപ്പോൾ അങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിങ്ങനെ ഈ വേറെ ചെറിയ നമുക്ക് ഈ താല്പര്യമില്ലാതെ ഇങ്ങനത്തെയുള്ള അവരെന്നെ കടത്തിപ്പോയിക്കോണം. വേണമെങ്കിൽ അവരെ കിട്ടണമെങ്കിൽ ശരീരമേലത് കാണണമെങ്കിൽ ഇവിടെയൊക്കെ ചില പുതിയ സംരംഭങ്ങൾ അപ്പം ഇതിൽ ഈ പിന്നെ ഇവിടെയുള്ളതിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ മാറിയെന്ന് വെച്ചാൽ ഇത് ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര എന്ന് വെച്ചാൽ എല്ലാ കടകളായിരുന്നു ഇവിടെ. ഈ കടകൾ പിന്നെ അപ്പോൾ ഇവിടെ പിന്നെ വീട് ഇവിടെ കോറിൻ്റെ ഇതൊക്കെ പുതിയ കടകളാണ്. അപ്പോൾ പിന്നെ ഈ കട പുതിയതാണ്. ഇതിൻ്റെയൊക്കെ നമ്മുടെ സ്ഥിരം കാണുന്നതാണല്ലോ കാര്യം. പിന്നെ അത് കുറച്ച് വർഷങ്ങളായിട്ട് ഈ കടയുണ്ട്, അറ്റത്തെ കടയുണ്ട്. അത് ഇതിൻ്റെ നമ്മുടെ ഈ ഇതൊക്കെ കൊടുക്കുമല്ലോ, വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആ കടയാണ്. ആ കട സമയം പോകുന്ന കൂടെ വേണം. കാര്യം കുറേ എനിക്ക് എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഭാര്യ വിളിച്ചുകൊണ്ട് കാര്യം ഇപ്പോൾ നമുക്ക് ഇതൊരു നല്ല ടേമുണ്ട്, കിട്ടുന്നില്ല. അത്
സംഭ്രാന്തിയൊന്നുമല്ല. പിടിച്ചതിൻ്റെ അടുത്ത് എന്തായാലും ചോദിക്കുമ്പോൾ കലോപ്പത്ത് ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു ഇത് വേണം. അപ്പോൾ ഞാൻ ശരിക്കും ചിരിച്ചു പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു തമാശകൾ അങ്ങനെ പൊതുവെ ഇപ്പോൾ കനക്കുന്ന ഈ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇപ്പം ലോകത്ത് തന്നെ ഇതുപോലത്തെ അപൂർവമായിട്ടുള്ള മനുഷ്യരും അതുപോലെ കാലാവസ്ഥയല്ല ഈ ഭൂമിയും പണ്ടങ്ങനെയായിരുന്നു. എനിക്ക് പണ്ടെന്ന് വെച്ചത് കൊണ്ടാടി കാടൊക്കെ കയറി ഇവിടെയൊക്കെ കുറുക്കന്മാരൊക്കെ ആയിട്ടുള്ള ആൾത്തറ പണ്ട് തൊട്ടുണ്ടായിരുന്നിരിക്കണം. പിന്നെ ഈ ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഒരു ഇത് വന്നേക്കുവാണ് ഈ നമ്മുടെ എന്താ പറയട്ടെ ഒരു സ്പിരിച്വൽ കേന്ദ്രം. അവിടെ ധ്യാനവും അവിടെ ശ്രീരാമചന്ദ്ര മിഷൻ ശ്രീരാമചന്ദ്ര മിഷൻ ഇവിടെ ശ്രീരാമചന്ദ്ര മിഷന് പിന്നെ അതിൻ്റെ ഗേറ്റ് പഴയ പ്രീതി നായർ എം ഡി കുറേ കാലഘട്ടമുണ്ട്. ഇവിടെ കമങ്ങറ ഇതായിരുന്നു പ്രദേശത്തിൻ്റെ അതൊക്കെ പൊളിച്ച് മാറ്റി. പിന്നെ അങ്ങനെ നമ്മൾ പകൽ പോകുമ്പോൾ അങ്ങനെ സ്പീഡിലൊക്കെ ഓരോ കാര്യം നെട്ടോട്ടമാണ്. അപ്പോൾ അത് കാരണം ഓട്ടത്തിൻ്റെ ഇടയിൽ അവർ ശ്രദ്ധിക്കത്തില്ല എന്തൊക്കെ മാറ്റങ്ങൾ എന്നുള്ള. രാത്രിയാകുമ്പോഴത്തേക്ക് വലിയ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ഈ മാറ്റങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ ഇതായിരുന്നു ആൽത്തറ ഭജന ഉത്സവ ആൽത്തറ ഭജന മണ്ഡപം ഇതാണ്. അല്ല ഇവിടെ ഇത് ആൽത്തറ ഭജന മണ്ഡപം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൽത്തറ ഭജന മണ്ഡപം ഇതിവിടെ ആയിരുന്നു. പിന്നെ കമങ്കറ സ്കൂള്, പിന്നെ നാദബ്രഹ്മ, അങ്ങനെ ആദ്യം കമങ്കറ ഇതായിരുന്നു. അത് പിന്നെ ഇങ്ങോട്ട് മാറ്റി അമ്പലമുക്കിലൊക്കെ മാറ്റി. പിന്നെ നാദബ്രഹ്മ എൻ്റെ മോളൊക്കെ പിന്നെ സ്കൂളിൽ പഠിക്കുന്നത് 10 വർഷം മുമ്പ് ഒരു നാദബ്രഹ്മ ഡാൻസ് വരെ തിരുവനന്തപുരം സിറ്റിയിൽ അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് തോന്നുമ്പോൾ ഇത് ഏറ്റവും വലിയ ഇതെല്ലാം തോന്നും. എറണാകുളത്ത് അവൻ്റേതായിട്ട് തോന്നി. എല്ലാം ഓരോരുത്തരുടെ വീട് പോലെയാണല്ലോ. ഇപ്പോൾ വീട് പോലെ ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്നത് തറവാടിത്തം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തറവാടിത്തം ഉണ്ട്. പിന്നെ കാര്യം സാറിന് ചെറ്റക്കുടി കിടക്കുന്നതിന് അവൻ പറയും അവൻ്റെ ഇതാണോ ഞങ്ങളുടെ തറവാട് ഇതാണോ. തങ്ങളുടെ തറവാടിനാണെന്ന് ചെറ്റക്കുടി പറയുമ്പോൾ അതിന് ചെവി കൊടുക്കുക, അതിന് മഹത്വം കൽപ്പിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നും സിമ്പിൾ ലാസ്കാപ്പിൽ ഒന്നും പഠിക്കേണ്ടത്. ഇത് ചുമ്മാ ദൈവ സ്നേഹമാണെന്ന് പറയത്തില്ലേ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് സ്നേഹമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് സ്നേഹമാണ്. ഇപ്പോൾ ആൽത്തറയിലൊക്കെ രസകരമായിട്ടുള്ള ആൽത്തറ അമ്പലം ആൽത്തറ ഇപ്പം ഇതായി. പിന്നെ പണ്ട് ഒരു ആൽത്തറ പണ്ട് ചെറിയ ഒരു എനിക്ക് കോളേജ് പഠിക്കുമ്പോഴുള്ള കുറച്ച് ഓഡിറ്റോറിയത്തും അതായിട്ട് കുറച്ചുണ്ട്. ഇപ്പോൾ നല്ല വലിയ സമുച്ചയങ്ങളൊക്കെ കിട്ടുന്ന സമുച്ചയമായി കുറച്ചൊരു താഴോട്ട് സ്ഥലമായി. മഹാവേശത്തിലേക്ക് ശിരസ് ഉയർത്തി നിൽക്കുന്ന അശുദ്ധം രണ്ടിതുണ്ട്. ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് മൂലതോ ബ്രഹ്മരൂപിണെ, മറ്റേതോ വിശ്വരൂപിണെ, അഗരതോ രുദ്രരൂപിണെ വിശ്വരാജായതേ നമഃ എന്ന് പറയുന്ന അശുദ്ധത്തിൻ്റെ ഇതാണ്. അത്രയിൽ പ്രധാനമായിട്ട് ആല്, പിന്നെ ദേവി പ്രതിഷ്ഠ, എല്ലാം യാത്രയുടെ അധ്യായമായതുകൊണ്ട് എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അധ്യായം എനിക്ക് വാച്ചെടുത്തില്ല. വാച്ചൊക്കെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എല്ലാ പിന്നെ ഇപ്പോൾ ഈ റോഡാണെങ്കിൽ തന്നെ ഇപ്പോഴിത് കുറച്ച് നാൾ മുമ്പ് വരെ വേറെ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ഈ പല്ലിടത് നമ്മൾ പലനിടത്ത് തുപ്പാൻ പാടുണ്ടോ? നമ്മളിപ്പോൾ മലനിടത്ത് തുപ്പല്ല പലരും ഇപ്പം ഞാനിപ്പോൾ രണ്ട് സ്പിരിച്വൽ ഓർഗനൈസേഷനും രണ്ട് പ്രധാനമായിട്ട് ഗ്ലോബലായിട്ട് ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള അതിന് ആചാര്യന്മാരുടെ പേരുകളും ഒക്കെ ആയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള രണ്ട് ആചാര്യന്മാരുള്ള പിന്നെ ഒരാചാര്യനും ആ ഓർഗനൈസേഷൻ ഒരാചാര്യൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. മറ്റേ ആചാര്യൻ ഒരു പിന്നെ 10-20 അദ്ദേഹത്തിൻ്റെ
എത്ര വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിനൊപ്പം കുറേ കാലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ആചാര്യനൊപ്പം ഇത്രയും വർഷങ്ങൾ അദ്ദേഹത്തിന് വന്ന ശേഷം രണ്ടാമത് പറഞ്ഞ ആചാര്യന് അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ 400 ഏക്കർ സ്ഥലത്ത് 180ഓളം രാജ്യങ്ങളിലുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അലിൻ്റെ കാര്യമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലിൻ്റെ ഇത് വെച്ച് ഊർധ്വമൂല മതശാഖിയായിരുന്നു, മഹാശുദ്ധമായിരുന്നു. ഇതിന് ഞാനിങ്ങനെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് പണ്ടേ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും സ്നേഹമുള്ള കാര്യത്തേക്ക് നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ നമുക്ക് പ്രണയിച്ചു പ്രണയിച്ച് എല്ലാവരെക്കുറിച്ച് പ്രണയിച്ച ഒരു പെണ്ണെക്കുറിച്ച് മഞ്ഞ തിരിച്ച് പൂവിലെ പോയിട്ട് മഞ്ഞ വിടരും പുള്ളിക്കാലെ ഇന്നുവിലെഴുതേ നീയൻ മുന്നിൽ മറ്റേതൊക്കെ പറഞ്ഞിട്ടുള്ള കവിതയുണ്ടല്ലോ, മനസ്സിലേ എഴുതിയുള്ളൂ. മതിയപ്പനെ ചുമ്മാ ഉള്ള വേറെ കവിതകൾ എഴുതാമല്ലോ. അല്ല, പ്രണയത്തിൽ ഒരാളെക്കുറിച്ച് ആവണമെന്നില്ല. പിന്നെ ഈ പല വിധത്തിലുള്ള പിന്നെ പിന്നെ ഇത് ഷൂട്ടിങ്ങിനെ കുറിച്ച് നല്ല സൗകര്യമാണ്. ഇപ്പോൾ പകലൊക്കെ ആകുമ്പോൾ പകല് വേറൊരു സൗന്ദര്യം, അത് മൊത്തമാണ്. ഇതിനോശ പറഞ്ഞ പോലെ പന്നിയുടെ പിന്നെ ആസനത്തിൽ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ പോലെ, അപ്പോൾ അത് വേറൊരു സൗന്ദര്യം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിന് ഭീമാപ്പള്ളി പോകുമ്പോൾ അത് വേറെ സൗന്ദര്യം. ഇപ്പോൾ ശംഖുമുഖത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ തുറയിൽ പോകുമ്പോൾ പിന്നെ പെരുമാതുറയിലും പൂന്തുറയിലും അതുപോലെ പിന്നെ പുല്ലുവിളയിലൊക്കെ പോകുമ്പോൾ വേറൊരു ഇപ്പോൾ പെരുമാതുറ പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു പിന്നെ ആത്മഗന്ധം എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള. അപ്പോൾ അതിനകത്ത് കുറച്ച് അത് രസമാണിത്, അത് വേറൊരു തരത്തിലുള്ള ഒരു സൗന്ദര്യം. ഇപ്പോൾ പെരുമാതുറ പാലത്തിലവിടെ നോക്കുമ്പോൾ നമ്മൾ ചുമ്മാ വേണ്ടത് ക്യാമറയൊക്കെ എടുത്ത് അഭ്യാസം കളിച്ച് ചില പാട്ടുകൾ വരും. എനിക്ക് അനുഭവമുള്ളതാണ്. ഭയങ്കരമായിട്ടില്ല. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാൻ രക്ഷയില്ല കേട്ടോ. നമ്മളിപ്പോൾ പെരുമാറുമ്പോൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് നമ്മൾ ക്യാമറയൊക്കെ ഇതൊക്കെ മൊബൈലിൽ നിന്നൊക്കെ പറഞ്ഞ് പഴയ ഫോട്ടോ എടുക്കില്ല, അതൊക്കെ മാറിയല്ലോ. എൻ്റെ വീട്ടിലെ ഫോട്ടോ ഇപ്പോൾ എല്ലായിടത്തും പണ്ടൊക്കെ ചിലപ്പോൾ ക്യാമറയൊക്കെ തുടങ്ങി. പണ്ടിപ്പോൾ ലാൻഡ് ഫോൺ വന്ന് മൊബൈൽ എടുക്കുമ്പോൾ ആളുകൾ എടുക്കുന്നു, പുറത്തുനിന്നല്ലേ എടുത്തോന്ന് ചോദിക്കും. പിന്നെ അത് ചോദിക്കാൻ പറ്റില്ല. എനിക്ക് അത്രമാത്രം കമ്പ്യൂട്ടേഴ്സ് ഗ്ലോബലായിട്ട് ആയിക്കഴിഞ്ഞു. കമ്പ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ ടെക്നോളജിയാണ്. കമ്പ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ ഇതുപോലത്തുള്ള റോബോട്ടുകൾ വന്നിട്ട് ആകാശത്ത് നിന്ന് നമ്മൾ ഓരോ കാര്യം ഞാനിപ്പോൾ ചെയ്ത് കാണുന്നില്ലേ, ഞാനിപ്പോൾ ചെയ്ത കാര്യങ്ങൾ എവിടെയൊക്കെ മോട്ടീവ് ചെയ്യുന്നതൊക്കെ എത്ര തലങ്ങളിൽ മോട്ടീവ് ഞാനായിട്ടല്ല ആരായാലും സർവേ ആര് ചെയ്താലും ഇത് മോട്ടീവ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ പിന്നെ അല്ല റോബോട്ടുകളും അങ്ങനെയുള്ള ആൾക്കാർ ഇവർക്ക് മാറ്റപ്രവർത്തനമായിട്ട് തോന്നില്ല. അല്ല വേറെ അപ്പോൾ രാത്രി അവർ കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് പോവുകയാണ്. അവർ തിരിച്ച് അവർ പോകുന്ന ഈ വഴിയാണ്, ഈ റോഡാണ്. പിന്നെ ഇതാണ് സാക്ഷാൽ ഗോവിന്ദമംഗലം റോഡ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഇത് സ്വല്പം നല്ല ടയേർഡാകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 12-13 മിനിറ്റായി. പിന്നെ ഇനിയിപ്പോൾ അത് 13 മിനിറ്റ് ആയ സ്ഥിതിക്ക് കൊണ്ടെടുത്ത് കഴിഞ്ഞ് എനിക്ക് വെക്കാനറിയാം, പൊതുവെറിയാം. സമയങ്ങളായി ഇപ്പം ഇതാണല്ലോ കേരളീയത്തിൻ്റെ പിന്നെ ഇവിടെ നാളെ ഈ റോഡിൻ്റെ ഉദ്ഘാടനം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ റോഡിൻ്റെ ഉദ്ഘാടനം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ റോഡിൻ്റെ ഉദ്ഘാടനം കേരളീയത്തിൻ്റെ കനകക്കുന്നിൽ വെച്ചിട്ട് നിശാഗന്ധിയിൽ. അപ്പോൾ അതിന് മുന്നൊരുക്കങ്ങളൊക്കെ ഇന്നിപ്പോൾ ഞാൻ മൊത്തമായിട്ട് അതിനകത്ത് ഇരുന്നപ്പോഴത്തേക്ക് അപ്പോൾ അതിനകത്തൊരു പലർക്കല്ല, പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങളിലെ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അത് കാര്യം എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഹാസ്യത്തോട് ഇപ്പോൾ പറയുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ വളരെ സോഫ്റ്റ് ആവുകയാണ്. കാര്യം ഞാൻ സോഫ്റ്റ് ആവുകയെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തെരുവിൻ്റെ പകരം ഞാൻ ഈ മാനവീയത്തിന് വീണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കവിത എഴുതിയിട്ടുണ്ട്. മാനവീയത്തിന് വീണ്ടെന്ന് പറഞ്ഞിട്ട് കവിത ഇതിലാണ് വന്നു. അത് ചില നമുക്ക് സേവയുള്ള ചില ആൾക്കാർ പിന്നെ അയച്ചു കൊടുക്കുമ്പോൾ അവർ മാനവീയത്തിലേക്ക് വീണ്ടും എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് എടുത്ത് വെച്ച് ആദ്യം എടുത്തിട്ട് വായിക്കണേ. അത് നോക്കിയിട്ട് ഇപ്പം ഡാഷ് എഴുതിയ ഡാഷ് വായിച്ചു കൊടുത്ത് മാത്രമേ വായിക്കത്തുള്ളൂ വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് അവർക്ക് ഡിമാൻഡുണ്ട്, അവരൊക്കെ പോപ്പുലറാണ്. പിന്നെ സ്വാധീനമല്ല
ഈ മറ്റുള്ള പരാതി പറയുമല്ല, ഇപ്പോൾ എൻ്റെ കവിതകൾ എല്ലാത്തിലും വന്നിട്ട് വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ നമ്മൾ വായിച്ചു കൊടുക്കാനുള്ള ചിലപ്പോൾ അയച്ചു കൊടുക്കുക, കവിതയൊക്കെ എഴുതി കഴിയുമ്പോൾ കവിതയാണല്ലോ ഇത് എടുത്ത് ഒരു കഥ പറഞ്ഞാൽ ഒരു കഥ രസകരമായിട്ടൊരു കഥയാണ്. അപ്പോൾ അത് ഈ ആൾക്കാരുടെ മുമ്പിൽ ഇത് മാനവീയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയത്, മാനവീയത്തിൽ ഈ കഥയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവീയത്തിൽ ഇപ്പോൾ ഗോതമ്പ് റോഡിൽ നിന്നോട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ പിന്നെ ഇവിടെ താമസിക്കുന്ന കാലം എന്ന് വെച്ചാൽ കുറിച്ചിലയിൽ താമസിക്കുന്ന വെച്ചാൽ 4-5 പഠിക്കും മുളസ്കൂളിൽ പഠിക്കും. കൊച്ചുമാൻ്റെ വീട്ടിൽ നിന്ന് കുറിച്ചിലയിൽ താമസിച്ച് പോയിക്കൊണ്ടിരുന്നു. അതും മുളസ്കൂളിൽ 4-5 നമ്മൾ വീട്ടിച്ചേർക്കും. ബാല്യകാലത്തിൽ തുടങ്ങിയുള്ള അരാജകത്വം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നുമല്ല. അതായത് ഏറ്റവും കമ്മ്യൂണിസ്റ്റ് അരാജകത്വമാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ആധ്യാത്മിക അരാജകത്വമാണ്, ഭക്തി അരാജകത്വമാണ്. അരാജകത്വം എന്ന് വെച്ചാൽ എന്തും അരാജകത്വം, ചോടപ്പുഴ കള്ളുപിടിച്ചൊന്നുമല്ല അരാജകത്വം. അരാജകത്വം എന്ന് വെച്ചാൽ അരാജകത്വം, അല്ലാതെ എനിക്ക് കൂടുതൽ പറയാനുള്ള വിവരമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഇവിടെ ആൾക്കാരെ താമസിച്ചിട്ടിരുന്നു. അപ്പോൾ അന്ന് ഈ ലളിത്സ്മരൻ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു വീട്. അപ്പോൾ ആരുടെ സ്മരണം എന്ന് വെച്ചാൽ അന്ന് ഈ ജി രാമേന്ദ്രൻ്റെ ഒരു അനന്തരവൻ്റെ വീടായിരുന്നു. അപ്പോൾ അവർ കെട്ടിട സമുച്ചയത്തിൻ്റെ തമാശയായിട്ടൊരു അനുഭവം പറയാം. പിന്നെ അതിനകത്ത് ആ കെട്ടിട സമുച്ചയത്തിൽ താമസിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ആൾക്കാരുടെ കാര്യം പിന്നെ ഒന്ന് ഇറങ്ങിയിട്ട് പറയാതിരിക്കുന്ന എനിക്ക് ആവശ്യം പറ്റുകയും ഉറക്കം പോവുകയും ചെയ്യുകയാണ്. കാര്യം നമുക്ക് ജഡത മാറിയിട്ട് ജാഗ്രതയിലേക്കും ഇതിലേക്കും വരുന്നതാണ് കമ്മ്യൂണിസം. ജഡത മാറി എന്തും ജഡത മാറണമെങ്കിൽ വെള്ളമടിച്ചാൽ ജഡത മാറത്തില്ല, ജഡത അപ്പം മാറും. ഇപ്പം ഞാനൊക്കെ പണ്ട് ഓങ്ങോട് ഭീകരമായിട്ടുള്ള അതൊക്കെ കാലമൊക്കെ കഴിഞ്ഞ് ആ ഭീകരകാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചെറുപ്പത്തിലോട്ട് വന്നു, യുവത്വത്തിലോട്ട് വന്നു. അത് കളവന്മാരായിട്ടുള്ള കൂട്ടുകെട്ട് കളവന്മായിട്ട് ഉറക്കമില്ലായ്മ. ഇപ്പോൾ പക്ഷേ ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു ഊർജ്ജസ്വം തരും കമ്മ്യൂണിസത്തിൻ്റെ. കേട്ടോ, നമ്മുടെ ഭരണം, നമ്മുടെ നേതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ 5 മന്ത്രിമാർ വരും. 5 മന്ത്രിമാർ വരും. ഞാൻ അവരുടെ പോകത്തൊന്നുമില്ല, എല്ലാവരും തന്നെ പരിചയമുണ്ട്. പക്ഷേ പോകത്തില്ല വെച്ചാൽ വെറുതെ അവർ തിരക്കാകുമ്പോൾ നമ്മൾ പോയിട്ടിപ്പോൾ ഞങ്ങൾ പേരിൽ പറയത്തില്ല. പിന്നെ ഒരു പ്രമുഖ മന്ത്രിയെടുത്ത് നമ്മൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോളേജ് പഠിക്കുമ്പോഴത്തേക്കും നമ്മളെ എല്ലാവർക്കും അറിയാം. ഞങ്ങളെയൊക്കെ എല്ലാവർക്കും എന്താ പറയുക, നമ്മളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് അപ്പോൾ കമ്മ്യൂണിസ്റ്റെ കുറിച്ചാണല്ലോ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് ഒരു നിരത്തുകളെ ശുദ്ധമാക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് ഒരു നിരത്തിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. അത് ഇത്തിരി അടിപൊളിയായിരിക്കുന്നു. ഇതാണ് അടിപൊളി. കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര രസമായിട്ടുണ്ട്. കണ്ടോ, ഇത് നാളേക്ക് ആകുമ്പോഴത്തേനും ലൈറ്റൊക്കെ വന്ന് ഇപ്പോൾ ലൈറ്റ് കത്താത്തപ്പോൾ തന്നെ രസമുണ്ട്. അപ്പോൾ എനിക്ക് ഈ പണ്ട് തൊട്ടേ ഈ ശിവൻ തമ്പിയുടെ ചേട്ടനൊക്കെ നമ്മൾ അയൽക്കാരും ബന്ധുക്കളൊക്കെയാണ്. ചേട്ടൻ്റെ മോനും മരിച്ചു വരും, പ്രധാന ഹോസ്റ്റാണ്. അപ്പോൾ അവൻ തമ്പിച്ചേട്ടൻ്റെ മോനും ഞാൻ തമ്പിന്ന് വിളിക്കുമ്പോഴത്തേക്കും പറയാൻ വന്ന എന്തൊരു കാര്യത്തിന് പറയാൻ വന്നു. പക്ഷേ ചിലപ്പോൾ ഈ ശ്രദ്ധിക്കാനായിട്ട് പറയുന്ന പറയാൻ വന്ന കാര്യം എന്തുമായിരുന്നു, അതാണ് രാത്രിയിലൊക്കെ ആകുമ്പോഴും നമ്മൾ എനിക്ക് ഉറക്കം പോയി എന്നാലും ഉള്ളിലുള്ളി ഉറങ്ങിക്കൊണ്ടേ നിൽക്കുന്നത്. ഈ സമയത്ത് ചിലപ്പം ഉറങ്ങി വീഴാമെന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ശരിക്കും നാടിനെക്കുറിച്ച് പറയുകയാണ്, അല്ലെ അവിടുത്തെ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ മഹാഭാരതം പറയത്തില്ലോ അങ്ങനെയാണ് മറ്റേ വിളിച്ചുകൊണ്ട് അവരെയൊക്കെ കാണിച്ച് ഇതാണ് ചിലപ്പോൾ ഈ പണ്ട് കയറിലൊക്കെ എല്ലാം കേരളത്തിൽ ഇതാണ് എൻ്റെ ഗ്രാമം, ഇത് എൻ്റെ ഗ്രാമമാണ്, ഇതാണ് കുട്ടൻ ചേട്ടൻ. മറ്റത് ഈ സർവ്വ ആൾക്കാരും പറയുന്നത് ഈ പിടിച്ചിട്ട് വലിയ 5-6 സിനിമ എടുക്കേണ്ടി ഞാനൊക്കെ ചെയ്യാൻ പറഞ്ഞ സിനിമ തിരുവനന്തപുരം സിറ്റി പോയിട്ട് ഇതുപോലെ ഇപ്പം നമുക്കിനി അബദ്ധത്തിനിങ്ങനെ വലിയൊരു ഇങ്ങനെ വല്ല അവാർഡൊക്കെ തന്നു കഴിഞ്ഞാൽ അബദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അബദ്ധമോ അല്ലെങ്കിൽ വൃത്തികേടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, പിന്നെ അങ്ങനത്തെ ഉള്ള പിന്നെ മൂഢതകളും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടോ ലിങ്ക് വിടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വീണ്ടും ട്രാൻസിലേക്ക് പോയി. ട്രാൻസിൽ വെച്ചാൽ ഉറക്കം 12 മണിക്ക് ഇന്നലെ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 15 ആയല്ലോ, 14-ാം തീയതി 12 മണിയായിട്ടുള്ള വിക്രിയാണ് വെച്ചോ. ഞാൻ ഒരു ചാനൽ ചില കാര്യങ്ങൾ പറയാം. ഞാൻ ഇപ്പോൾ ഈ നമ്മുടെ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഡിക്ലറേഷൻ വേണമെങ്കിൽ പറയാം. ഞാൻ എന്താ പറയുന്നത്, പിന്നെ ഒരു ചാനലിൽ നിന്ന്, അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം പ്രായമുള്ള ഒരാൾ, അദ്ദേഹം രാത്രിയൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി കാര്യം നമ്മൾ ഈ തുറക്കുന്നത് ഈ രാത്രി 12 അദ്ദേഹം കിടന്ന് ഉറങ്ങുകയും ചെയ്യുമ്പോഴത്തെ നമുക്ക് ഗതികേട് കൊണ്ട് നമ്മൾ ചിലപ്പോൾ കോപ്പി പേസ്റ്റ് എല്ലാവരും ചെയ്ത് കോപ്പി പേസ്റ്റ് വാർത്തയൊക്കെ ഒരു വാർത്തയല്ലേ ഉള്ളൂ. അപ്പം മറ്റേ വാർത്തയെ കണ്ടുപിടിക്കണമെങ്കിൽ റോഡിലോട്ട് ഇറക്കണമെന്ന് ഈ പിന്നെ അപ്പോൾ എല്ലാത്തിലും അങ്ങനെയാണല്ലോ.
കുഞ്ഞ പഴയ കവികളൊക്കെ ചെങ്കമ്പടി മറ്റവരൊക്കെ സുരേഖൃഷ്ണമൂർത്തി ഇത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ഇവർക്ക് വേറൊരു മുഖത്ത് ഇവർ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് എ സി മുറിയിലൊക്കെ ഇരുന്ന് എഴുതുക അവരുടെ കഴിവാണ്. അത് അവർ ചെയ്തോട്ടെ, സുഖത്ത് വേണം. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ എനിക്ക് താല്പര്യം വെച്ചാൽ ചെങ്കമ്പടിയുടെ കൂട്ടുള്ള ആ ഒരു കുമാരനാശാനൊക്കെ വേറെ തരത്തിലുള്ളതാണ്. പക്ഷേ കുമാരനാശാനും അതിന് മുമ്പുള്ള എഴുത്തച്ഛനും അങ്ങനെയുള്ള പല കണ്ണശന്മാരും കോളം കവികളും പിന്നെ ഉണ്ണിനിരി സന്ദേശവും അങ്ങനെ മയൂർ സന്ദേശവും എല്ലാം കേരളത്തിലുമല്ല. ഇപ്പം നമ്മൾ ഈ തള്ളുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ കുറേ തള്ളുമല്ലോ. യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചയാൾ നിങ്ങൾ പോയിട്ട് മലപ്പുറത്ത് പോയിട്ട് ഏതെങ്കിലും പിന്നെ അല്ലെ വേറെ എവിടെയെങ്കിലും പോയിട്ടൊരു മദ്രസയെ കുറിച്ച് അവർക്ക് പറയാൻ കാണും 100 കാര്യങ്ങൾ പറയും. അതേപോലെയാണിത്. എനിക്ക് നല്ലത് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇപ്പോൾ പോയിട്ടൊരു കുഴിമന്തിയും അതും കഴിച്ചു. അല്ല കുഴിമന്തി വെച്ചാൽ എനിക്ക് അത്തരം സാധനങ്ങളൊന്നും ഞാൻ നോൺ വെജ് ഒന്നും അങ്ങനത്തെ കാര്യം കുഴിമന്തി ഒരു സാധനങ്ങളും കഴിക്കത്തില്ല. വേറെ എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ അങ്ങനെ കഴിക്കും. പക്ഷേ അതിനകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നല്ല ടയർഡായി. ഇപ്പോൾ എത്ര നേരമായിട്ട് തുടങ്ങിയാണ്. നല്ല ടയർഡായി. വീട്ടിൽ നിന്ന് വിളി വന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോഴേ ഇതാണ് വൈദ്യമല റോഡിൻ്റെ വൈദ്യമല റോഡ് കൊയ്തങ്ങൾ റോഡ് തന്നെ. കൊയ്തങ്ങൾ റോഡ് മാൽത്തറയുടെ പട്ടണത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ അപ്പോൾ പണ്ടുള്ളവർ പറയുന്നത് അതുപോലും ഇല്ല. വേറെ ഒരു ഇത് ആലെന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആലിൻ്റെ എനിക്ക് ഓർമ്മയില്ല. ആല് കുറച്ച് വളർന്നിട്ടുണ്ട്. പിന്നെ ആലും വളർന്നിട്ടുണ്ട്. ആലിൻ്റെ കീഴിലൊരു ദേവീക്ഷേത്രം. പക്ഷെ അന്ന് ആൽത്തറ എന്ന് വെച്ചാൽ വേറെ അധികം അമ്പലങ്ങളില്ല. ഇപ്പം പിന്നെ ഒരുപാട് പേര് അമ്പലങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ബിസിനസ്സാണല്ലോ. അത് മോശമൊന്നുമില്ല. അത് കുറേ പേർക്ക് ഭക്തിയും മറ്റുള്ള ആൾക്ക് ഒരുപാട് ഇത് വേണമെന്നില്ല. ആവശ്യമില്ല. എല്ലാത്തിലും ഏറ്റിട്ട് അത് അവർ അവർ മറ്റൊന്നും പറയേണ്ട കാര്യം. എല്ലാവരും ഒക്കെ ജീവിച്ച് പൊയ്ക്കോട്ടെ. മനുഷ്യരെന്നെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പിന്നെ ഇതിനകത്ത് ഇതിന് താഴോട്ട് താമസിച്ചിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആൾക്കാരുടെ താഴെ ആദ്യം വലിയ ദിവസമായിട്ട് ആൾത്തറ അമ്പാന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു. അപ്പോൾ അവർ സിംഹം വെച്ച് വീടിൻ്റെ അവിടുന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് നിന്ന് ഇറങ്ങാൻ വയ്യ. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടൊക്കെ ചിലപ്പോൾ ബോധനിലാവും മയങ്ങി എന്ന് പറഞ്ഞ പാട്ട് പോലെ ബോധത്തിൻ്റെ പിന്നെ നെല്ലിക്കെട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടൊഴുക്ക പറയാനുള്ള കഥകളുണ്ട്. ഇരുട്ടൊഴുക്ക അത് മോഹൻലാലിൽ ചെന്ന് നിൽക്കും. ആ കഥയൊക്കെ മോഹൻലാലിലും മറ്റേ നമ്മുടെ പിന്നെ ബൈജുവിലും ഒരുപാട് പേരിൽ ചെന്നിരിക്കും. ഒരുപാട്. അപ്പോൾ അത് വേണ്ട. ഒരുപാട് സമയം പോയിട്ട് പിന്നെ അത് കൂടുതലായി കഴിഞ്ഞാൽ ബോറുമാകും. കാരണം അത് വേറെ സെഗ്മെൻ്റായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നല്ല അസലായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് മനയം വഴി ഒന്ന് കറങ്ങി. അപ്പോൾ നാളെ ഏതായാലും എല്ലാ മംഗളാശംസകളും നമ്മൾ ആശ്വസിക്കട്ടെ. നമ്മുടെ പിന്നെ മലയാളിയുടെ കേരളീയം മലയാളിയുടെ റോഡ് പിന്നെ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നാട്ടിൽ ഉത്സവം കേരളത്തിൻ്റെ എല്ലാ മംഗളാശം എവിടെ സൂമി ചെയ്യുന്നതിന് ഒരു കാര്യം ചെയ്യാം. ഇതിലോട്ട് ചെയ്തേക്കാം. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ഇതാണ്. ഇതിലോട്ട് സൂമിങ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും. അല്ല നടക്കത്തില്ല. അപ്പോൾ അതേ ഒരു കാര്യം. അപ്പോൾ അല്ല ഈ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൂമിങ് ചെയ്യേണ്ട. നിങ്ങളിത് കണ്ടല്ലോ. ഇത് കണ്ടോ. ഇപ്പോൾ ഏത് സംസ്കൃതിയിലും ഏറ്റവും ദിവസരൂപന്മാരുള്ള സംസ്കൃതിയിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഊച്ചാളിത്തരങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വളരെ കൂടുതൽ ഊച്ചാൽ റോഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. യുവാക്കൾ ശല്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ആഫ്റ്റർ ഓൾ കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു എന്താ പറയണ്ട കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഇതാണ് കമ്മ്യൂണിസ്റ്റിക്കുന്നതാണ് രാഷ്ട്രീയ സംഘം ആൽത്തറ കണ്ടല്ലോ. ഇതാണ് കമ്മ്യൂണിസ്റ്റ്. കേട്ടോ. എനിക്കിത് പിന്നെ ഞാൻ അധികം വൈലൻ്റായിട്ടൊന്നും പറയാലെന്നുള്ള കണ്ടോ. ഇതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ. ഉണ്ടോ. ഹിമാലയം സമാസഭ്യ കലോത്സവങ്ങൾ തന്നെ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ദേവീയ സങ്കല്പം നമുക്കറിയാവുന്നതല്ല. ഇപ്പോൾ 6 പേര് പറഞ്ഞിട്ടൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ